നമസ്കാരം. അങ്ങനെ ജെട്ടി രാജു ജെട്ടി മോഷ്ടിച്ചു എന്ന് കോടതി തന്നെ പറഞ്ഞു. ജനപ്രതിനിധിയാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം മുൻപ് അഭിഭാഷകനായി ജോലി ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ പോലും പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഒരു കോടതി ഉദ്യോഗസ്ഥനായ ഒരു കള്ളന്റെ സഹായത്തോടു കൂടി ജെട്ടി, തൊണ്ടി മുതലായ ജെട്ടി അടിച്ചു മാറ്റി ചെറുത് തയ്പ്പിച്ച് തിരിച്ച് തൊണ്ടി മുതൽ കവറിൽ കൊണ്ട് വച്ചു. എത്ര ഭീകരമായ കുറ്റമാണ്. നിയമസഭാ സ്പീക്കർ ഇദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കണം. മാത്രമല്ല, ശക്തമായ നിയമ നടപടികൾ. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ഈ ജെട്ടി രാജു എന്ന ആന്റണി രാജു മത്സരിക്കരുത്. ഈ വാർത്ത ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളിൽ ഞാനും എൻ്റെ എഡിറ്റർ സുമേഷ് മാർക്കോപോളോയും നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലേക്ക് ഒരു അഭിഭാഷക സുഹൃത്ത് വിളിച്ചാണ് ഈ വാർത്ത അന്ന് നൽകിയത്. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ഞങ്ങളാണ്. അതിനുശേഷമാണ് ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത ഏറ്റെടുത്തത്. അപ്പം ഇദ്ദേഹം മന്ത്രിയാണ്, നമ്മുടെ ഗതാഗത മന്ത്രിയാണ്. അതിശക്തമായി എന്ന് വാർത്തകൾ ചെയ്തു. അത് നിഷേധിച്ചുകൊണ്ടും അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ നിരവധി ആളുകളൊക്കെ കമന്റും അതും ഇതുമൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അതായിരുന്നു സത്യം എന്ന് ബഹുമാനപ്പെട്ട കോടതി, നെടുമങ്ങാട് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. തൊണ്ടിമുതൽ കേസിൽ ഏതാണ്ട് 19 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ LDF നേതാവും MLA-യുമായ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി തൊണ്ടിമുതൽ തിരിച്ച് വച്ചു എന്നുള്ളതാണ് അതിന്റെ വിശദാംശങ്ങൾ. 1990 ഏപ്രിൽ 4-നാണ് ഹാഷിഷ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഓസ്ട്രേലിയൻ സ്വദേശി തിരുവനന്തപുരത്ത് പിടിയിലാകുന്നു. പിന്നീട് 61 ഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തി 90-ൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി 10 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചു. പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. ഈ ഒരു സെലിൻ വിൽഫ്രഡ്, ഈ സ്ത്രീ മരിച്ചുപോയി. അപ്പീൽ ഇയാളെ വെറുതെ വിടുന്നു. തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെറുതെ വിട്ടത്. വിട്ടയച്ചതിനെ തുടർന്ന് അയാൾ തിരികെ നാട്ടിലേക്ക് മടങ്ങി. തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി എന്ന സൂചനയോടെ ഹൈക്കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകുന്നു. ഇതാണ് അട്ടിമറിയുടെ ചരിത്രത്തിന്റെ ഒരു ലഘു വിവരണമാണ് ഞാൻ നൽകിയത്. ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കോടതിയെ പോലും, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രത്യേക സൂക്ഷിപ്പ റൂമുകളിൽ ഇരിക്കുന്ന തൊണ്ടിമുതൽ പോലും കോടതി ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ, ഒരു കള്ളന്റെ സഹായത്തോടെ അടിച്ചു മാറ്റി അത് ചെറുത് തയ്പ്പിച്ചിട്ട് ഈ ഓസ്ട്രേലിയൻ പൗരന് വേണ്ടി ഇത്തരം കള്ളത്തരം, അതായത് ക്രൂരമായ അല്ലെങ്കിൽ ഭീകരമായ മയക്കുമരുന്ന്, നമ്മളെ എല്ലാവരെയും കൊന്നു തിന്നുന്ന, കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് കടത്തി, അത് ഓസ്ട്രേലിയക്കാരനാകട്ടെ ആരുമാകട്ടെ, കേസ് തിരുവനന്തപുരത്താണ്. അതിൽ ഈ ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടിയാണ് ഈ സെലിൻ വിൽഫ്രഡ് ഹാജരായത്. ഇയാളന്ന് ജൂനിയർ ആയിരുന്നു, ജെട്ടി രാജു എന്ന ജൂനിയർ ആയിരുന്നു. നാണമുണ്ട്. നമ്മള് കേസിൽ നമ്മുടെ കക്ഷികളെ രക്ഷിക്കാൻ വേണ്ടി പല അടവുകളും പ്രയോഗിക്കും. പക്ഷേ കോടതി മുറിക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ടുപോയി തയ്പ്പിച്ച് ചെറുതാക്കി മാറ്റിയിട്ട് അയാൾ അടിവസ്ത്രം ഇത് ഇയാളുടെ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള കുബുദ്ധിയൊക്കെ ജെട്ടി രാജുവിനൊക്കെ എങ്ങനെ ഉണ്ടായി കണ്ടാൽ തോന്നില്ലല്ലോ. ശരിക്കും ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇയാളെ അയോഗ്യനാക്കണം. ഇയാളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇതുകൊണ്ട് അവസാനിക്കണം. കാരണം ഇത് അധാർമികമാണ്, ഇത് അനീതിയാണ്, ഇത് തോന്നിയാസമാണ്, തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെന്ത് പേര് എടുത്ത് പറയും? കോടതിയിലിരിക്കുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ടുവന്ന് തിരിച്ച് മാറ്റി തയ്പ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അപാര ബുദ്ധി തന്നെ. ഇയാളെ അയോഗ്യനാക്കണം, ആജീവനാന്തം ഇയാളെ അയോഗ്യനാക്കണം.